അച്ഛനും അമ്പിളിയും ഒക്കെ പഞ്ചരത്നത്തിൽ എത്തിയിട്ട് വിളിച്ചോ മോളെ? വിളിച്ചു ഭാനുമ്മ. രഘുവേട്ടനെ വിളിച്ച്. അച്ഛന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ചെന്നപാടെ അച്ഛൻ കിടന്നു എന്ന് പറഞ്ഞു. കഷ്ടമാ മാഷിന്റെ കാര്യം. മക്കൾക്ക് വേണ്ടി എത്ര കാലമായിട്ടുള്ള ഓട്ടമാ. എന്നെങ്കിലും ഒരു സന്തോഷവും സമാധാനവും ആ മനുഷ്യന് കിട്ടിയിട്ടുണ്ടോ? ഞങ്ങള് മക്കളായിരുന്നു ഭാനുമ്മ അച്ഛന്റെ സന്തോഷം. പണ്ടൊക്കെ ഞങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും അച്ഛനൊരു മടുപ്പും ക്ഷീണവും ഉണ്ടാവില്ലായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്നതാ അച്ഛന്റെ സമാധാനം. പക്ഷേ മക്കളിൽ ഓരോരുത്തരായി കല്യാണം കഴിഞ്ഞു പോയി തുടങ്ങിയതോടെ പഞ്ചരത്നം വീടിന്റെ താളം പിഴച്ചു. പെൺമക്കളെ ഭർത്താക്കന്മാരുടെ കയ്യിലേൽപ്പിച്ച സാധാരണ എല്ലാ അച്ഛന്മാർക്കും വലിയ ആശ്വാസ കിട്ടാറ്. പക്ഷെ ഞങ്ങളുടെ അച്ഛൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും വിഷമിച്ചതും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഭാനുമ്മ. അല്ല, അനന്തമാഷിന് സ്വന്തം മക്കളുടെ കാര്യത്തിൽ കൂടുതൽ കരുതൽ സ്നേഹവും ഉള്ളതുകൊണ്ടാ. പെമ്മക്കളെ കല്യാണം കഴിച്ചു കൊടുത്താ പിന്നെ അവരായി അവരുടെ കുടുംബമായി എന്നൊക്കെ ചിന്തിക്കുന്നവരാ പല അച്ഛനമ്മമാരും. വിരുന്നും സൽക്കാരവും ഒക്കെ കഴിയുന്നതുവരെ ഒരടുപ്പം കാണിക്കും. അത് കഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. അതോടെ ചെന്ന് കയറിയ വീട്ടില് പെൺകുട്ടികൾ എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് നിൽക്കാനേ നോക്കൂ. ഒരു കണക്കിന് അച്ഛനും അങ്ങനെ ചെയ്താ മതി. എല്ലാ മക്കളെയും മാന്യമായി തന്നെയാ കല്യാണം കഴിപ്പിച്ചത്. അപ്പൊ പിന്നെ സ്വന്തം ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ ഞാനടക്കം എല്ലാവർക്കും കഴിയണം ഭാനുമ്മ. ഇതിപ്പോ അച്ഛന്റെ കണ്ണ് എപ്പോഴും മക്കളുടെ മേലുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും വീണ്ടും അതൊരു തണലായി എടുക്കുക. പിന്നെ എങ്ങനെയാ അച്ഛന് സ്വസ്ഥതയും സമാധാനവും കിട്ടുക? അവിടെയാണ് മോളെ നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മോൾ അച്ഛനെ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ മോളുടെ അനിയത്തിമാർക്ക് അച്ഛനെ ഇപ്പോഴും ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഭാനുമ്മ പറഞ്ഞാൽ ശരിയാ. ദയയും മഞ്ചാടിയും പണ്ടേ എങ്ങനെയായിരുന്നു. പക്ഷെ ചീരു ഇപ്പൊ അവരെ പോലെ ആയി തുടങ്ങിയിരിക്കുന്നു. അതിൽ അച്ഛന് നല്ല വിഷമമുണ്ട്. മഞ്ചാടിയുടെ കാര്യം അച്ഛൻ മോളെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ, അത് മോള് ഭംഗിയായി ചെയ്യണം. അപ്പൊ തന്നെ അച്ഛന് കുറച്ച് ആശ്വാസം കിട്ടും. അത് ഞാൻ അച്ഛന് കൊടുത്ത വാക്കല്ലേ ഭാനുമ്മ. നാളെ തന്നെ ഞാൻ പോയി മഞ്ചാടിയെ കാണും. ഇന്ന് നമുക്ക് കിടന്നാലോ? രാവിലെ എണീക്കേണ്ടതല്ലേ? ആയിക്കോട്ടെ. അണ്ണൻ ഫോൺ എടുക്കുന്നില്ലല്ലോ. 4-5 തവണ റിങ് ചെയ്തു. എന്നെ നീ അണ്ണൻ ശത്രുവായിട്ട് കണ്ടു തുടങ്ങിയവനെ. അച്ഛൻ ചിലപ്പോ കിടന്നു കാണും അങ്കിളെ. ഇന്നിനി വിളിക്കണ്ട, നാളെ അച്ഛൻ അങ്കിളിനെ തിരിച്ചു വിളിക്കും. ഇല്ല ചേരു, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അണ്ണൻ എന്നെ മനഃപൂർവ്വം അകറ്റി നിർത്താൻ നോക്കുക. അല്ല, എനിക്കിത് വേണം. ഇത്രയും കാലം അണ്ണന്റെ നന്മ മാത്രം ആഗ്രഹിച്ച എനിക്കിത് തന്നെ വേണം. അങ്കിള് വിഷമിക്കല്ലേ. മഞ്ചാടി അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ദേഷ്യവും അകൽച്ചയും ചീരുവിനോടും ദയോടും വരെ കാണിച്ചു എന്നല്ലേ ഇവര് പറഞ്ഞത്? അതെ, ആദ്യമൊക്കെ എന്നെയും ദയയും മാറ്റി നിർത്തുന്ന രീതിയിലായിരുന്നു അച്ഛന്റെ സംസാരം. ഞങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നിയപ്പോഴാ അച്ഛൻ കുറച്ചെങ്കിലും അടുപ്പം ഞങ്ങളോട് കാണിച്ചത്. അവസാനം കുറെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് പോവുകയും ചെയ്തു. അച്ഛന്റെ കാര്യം അത്രേ ഉള്ളൂ. അച്ഛൻ കാരണം നമ്മുടെ മനസ്സ് വേദനിച്ചു എന്ന് തോന്നിയ ആ നിമിഷം അദ്ദേഹം എല്ലാ ദേഷ്യവും മറന്ന് നമ്മുടെ അടുത്തേക്ക് വരും. അങ്കിളിനെ ഒന്ന് നേരിൽ കണ്ട ആ നിമിഷം അച്ഛൻ എല്ലാം മറക്കും. വേണമെങ്കിൽ നമുക്ക് നാളെ പോയി അച്ഛനെ ഒന്ന് കാണാമെങ്കിൽ. വേണ്ടവരെ, അണ്ണന്റെ മനസ്സിൽ എന്നെക്കുറിച്ച് ഇപ്പോഴുള്ള ധാരണ ഞാനായിട്ട് തിരുത്തുന്നില്ല. ജീവൻ രാജന് എന്താണ് സംഭവിച്ചതെന്ന് എന്നെങ്കിലും തെളിയുമല്ലോ. അപ്പം അണ്ണൻ എന്നെ മനസ്സിലാക്കിയാൽ മതി. ജീവൻ രാജൻ എന്താ സംഭവിച്ചെന്ന് ഇപ്പൊ സുശീലാന്റി പറഞ്ഞു കാണും അങ്കിൾ. അവര് സംസാരിച്ചു തുടങ്ങിയെന്നാ ഇന്ദ്രേട്ടൻ വീട്ടിലുള്ളപ്പോ സത്യേട്ടൻ വിളിച്ചു പറഞ്ഞത്. സുശീല സംസാരിച്ചു തുടങ്ങിയെന്നോ? എന്നിട്ട് ഇക്കാര്യം എന്താ നിങ്ങൾ ആരും എന്നോട് ഇതുവരെ പറയാരുന്നേ? അത് സുശീലാന്റിയുടെ കാര്യമല്ലേ.
ഞങ്ങൾക്ക് അവരുടെ കാര്യത്തിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് അപ്പൊ തന്നെ മറന്നു, അല്ലേ ചേച്ചി? അതെ, നീ ഇപ്പൊ പറഞ്ഞപ്പോഴാ ആ കാര്യം ഞാനും ഓർത്തത്. അല്ല, ജീവൻ രാജിന് എന്താ സംഭവിച്ചതെന്ന് സുശീലാന്റെ എങ്ങനെ അറിയാനാ? അവര് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലായിരുന്നില്ലേ? പക്ഷേ ജീവന്റെ കൂടെ വള്ളത്തിലുണ്ടായിരുന്ന ആസിഫ് പറഞ്ഞിരിക്കുന്നത് സുശീലാന്റി പറഞ്ഞിട്ടാ അവൻ ജീവനെ തുരുത്തിന്ന് വിളിച്ചോണ്ട് വന്നേന്ന. സുശീലാന്റി അങ്ങനെ പറയാൻ ഇടയില്ലെന്നാ എല്ലാവരുടെയും വിശ്വാസം. ആസിഫ് എന്തോ ഒളിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാവാനും മതി. എന്തായാലും ജീവനെ കാണാതായതിന്റെ പിന്നില് എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് ഉറപ്പാ.